എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2115 ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറാണ്. സാർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. വിളിക്കാം. ആ സമയത്ത് എന്തെങ്കിലും. ഓക്കെ. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മലയാളം സെഷൻ നമുക്ക് ആരംഭിക്കാം. നന്ദി. ഇസ്മായിൽ സർ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. IFPHന്റെ എല്ലാമായ ആളാണ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറ്. IFPHന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി അനേക വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഹോമിയോപ്പതി ചികിത്സയിൽ 52 വർഷത്തെ ചികിത്സാ അറിവുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് കരൾ രോഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും കൺസൾട്ടേഷനിലെ തിരക്കുകൊണ്ടായിരിക്കും അദ്ദേഹം എത്തിയിട്ടില്ല. ഉടനെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും സാറിന് ഒന്നുകൂടെ സ്വാഗതം. ഓക്കെ. സാറ് ഒരു വട്ടം ഞാൻ സ്വാഗതം പറഞ്ഞു എന്നാ പോലും എന്നാലും നമ്മുടെ വേറെ ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ സേട്ട് സാറിനെ IFPHന്റെ ആദരണീയനായ സേട്ട് സാറിനെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഇവിടെ ക്ലാസ്സിലോട്ട് വരേണ്ടത് കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. എങ്ങോട്ടാ കയറേണ്ടത്? കയറാൻ ലിങ്ക് ഉണ്ടല്ലോ അല്ലേ? അല്ല, സാറ് കാണാമല്ലോ. ഇനി തുടങ്ങിയാ മതി. സാറ് വന്നു കഴിഞ്ഞു സാറേ. സാറിനെ കാണാൻ കേൾക്കാം. സാറ് ഇനി സംസാരിച്ചു തുടങ്ങി. ആദ്യമായിട്ട് എല്ലായിടത്തും ക്ഷമാപണം നടത്തിയ കേട്ടോ. ഞാൻ ഒന്ന് ഓർമ്മ ഉണ്ടായെങ്കിലും മറന്നുപോയി. ഞാൻ വേറെ കുടുംബ പ്രശ്നത്തിന് വേണ്ടി ഫോണിൽ വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. സംസാരിച്ചിരിക്കുമ്പോഴാണ് മനോജ് വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സോറി, വെരി വെരി സോറി. ഓർമ്മ ഉണ്ടായിരുന്നു, വിട്ടുപോയതാ, സമയത്തിന് വിട്ടുപോയതാ കേട്ടോ. എനിക്കിന്ന് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന കരൾ രോഗങ്ങളെ പറ്റി സംസാരിക്കാൻ. കരൾ രോഗങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങളാണ് ഹൃദയ സംബന്ധ രോഗങ്ങളും കരൾ രോഗങ്ങളും കിഡ്നി രോഗങ്ങളും. 3 ഓർഗൻസ്, ഹാർട്ട്, കിഡ്നി, ലിവർ, ഈ 3 കൂടെയാണ് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്. സത്യം പറയാൻ, ഹാർട്ട് മിടിപ്പ് നിന്നാൽ നമ്മൾ ചത്തു. ലിവറും കിഡ്നിയും വർക്ക് വെക്കിയാൽ ചാകാതെ ചാകും. ഇതാണ് ശരിയായിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ചാകാതെ ചാകുന്നതാണ് കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ വല്ലാണ്ട് കൂടി ഇങ്ങനെ പോകും. കിഡ്നി നിയന്ത്രിക്കാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ലിവറിന് അതല്ല. ലിവറിന് ആളുടെ സഡനായിട്ട് എല്ലാം ഉണ്ടാകുന്നത്. ഹാർട്ടിൻ്റെ ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ രോഗികൾക്ക് പെട്ടെന്ന് സഡൻ ഉണ്ടാകുമോ, അതുപോലെയുള്ള അത്രയും സഡൻ ഇല്ലെങ്കിൽ തന്നെയും ഒരു മേത്തിൽ സഡനായിട്ട് വരുന്നത് ലിവർ കംപ്ലൈൻറ്റ് വരുന്നത്. ലിവർ കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം ഉണ്ടാകുന്നത് ജോണ്ടീസാണ്. ജോണ്ടീസിൻ്റെ നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പോയി വീഴുന്നത്, മരണം സംഭവിക്കുന്നതൊക്കെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗപ്രശ്നമാണ് കിഡ്നി ലിവർ ഡിസീസസ്. ഹോമിയോപ്പതി ഒരുപാട് സ്കോപ്പുള്ള കാര്യം. ഹാർട്ട് രോഗങ്ങളെ പോലെ തന്നെ ഒരുപാട് സ്കോപ്പ് ലിവർ ഡിസീസിനുണ്ട്. നമുക്ക് കിഡ്നിയിലും ലിവറിനും ഹാർട്ടിനും മരുന്നുകളും ഇല്ല. ഒരുപാട് മരുന്നുണ്ട്. പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നിൻ്റെ വ്യത്യാസങ്ങൾ അപ്പോഴപ്പോഴും മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് നിവാരണ മാർഗം ഉണ്ടാവും എന്നുള്ളതാണ്. ലിവർ ഡിസീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ആ ലിവറിൻ്റെ ഡിസീസിൽ ആദ്യമായിട്ട് വരുന്നത് ജോണ്ടീസാണ് വരിക. ജോണ്ടീസ് വന്നില്ല. എല്ലാവരും പറയണം മഞ്ഞപ്പിത്തം വന്നു കുഴപ്പമായെന്നാണ്. മഞ്ഞപ്പിത്തം വന്ന് കുഴപ്പമായതല്ല. മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ലിവറിന് എന്ത് ഇൻഫ്ലമേഷൻ വന്നാലും, ക്രോണിക്കോ അക്യൂട്ടോ സബ് അക്യൂട്ടോ എന്ത് വന്നാലും, ഒരു ട്രോൺ വന്നാലും അതെ, ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ജോണ്ടീസാണ്.
ഇത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമല്ല, ഒരു ലക്ഷണമാണ്. അത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് രോഗമല്ല, രോഗ ലക്ഷണമാണ്. അത് ഏതിന്റെ കൂടെയും വരാതെ ആ വരുന്ന രോഗമാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ട് സംഭവിക്കാറുള്ളത്. നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം രക്ഷപ്പെടുത്താൻ പറ്റും. ഇവര് അത്ര പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു രോഗമല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മരണമല്ല. ഹാർട്ടല്ല, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബ്ലോക്ക് ആയപ്പോൾ തീർന്നു, അന്നത്തെ ആ നിമിഷം കൊണ്ട് എങ്ങനെയെല്ലാം തീരും. കിഡ്നിയാണ് ഫൈലറാണെങ്കിൽ പതുക്കെ ഫൈലറായിട്ട് അങ്ങനെ തീരും. ഫൈലറായി കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരവ് വളരെ ചുരുക്കമാണ്. ഹോമിയോപ്പതി ചുരുക്കം ചില മരുന്നുകൾ കൊണ്ടൊക്കെ തന്നെയും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിരിച്ചു കൊണ്ടുവരുന്നുള്ളത്. ലിവറിന്റെ നേരെ തിരിച്ചാണ്. വന്ന ഷോക്ക് ഉണ്ടായാൽ അത് പെട്ടെന്ന് മരമാവുകയും ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. പക്ഷെ രക്ഷപ്പെട്ടില്ലെങ്കിൽ മരണം സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ലിവറിനെ പറ്റി പറയാനുള്ളത്. ലിവറിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പറഞ്ഞാൽ മാത്രമേ അതിന് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. പല ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഉണ്ട് ലിവർ ഡിസീസിന്, ജോണ്ടീസ് ഉത്പാദിപ്പിക്കാനുള്ള കാരണങ്ങൾ. ജോണ്ടീസ് എന്ന് പറയുന്ന രോഗമല്ല, ലക്ഷണമാണ്. അത് ലിവർ ക്യാൻസറിന്റെ കൂടെ വരാം, സിറോസിസിന്റെ കൂടെ വരാം, ലിവറിന്റെ കല്ലിന്റെ കൂടെ വരാം, ലിവർ ഡാമേജ് ആയ എന്തെങ്കിലും വരാം. എന്ത് രോഗം വന്നാലും ജോണ്ടീസ് എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാകും. ജോണ്ടീസ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട രോഗമല്ല അത്. പലതും നമ്മൾ കാണുന്നത്, പബ്ലിക്കിൽ കാണുന്നത്, നമ്മൾ ഡോക്ടർമാരെ ഒഴിച്ചും മറ്റുള്ളവർ പറഞ്ഞത് ജോണ്ടീസ് വന്നു, മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം ഒരു മാരകമായിട്ടുള്ള രോഗത്തിന്റെ ലക്ഷണമാകാം, നിസ്സാരമായ രോഗത്തിന്റെ ലക്ഷണമാകും. ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ലിവർ വന്നാൽ ജോണ്ടീസ് വരും. അത് മാരകമല്ലല്ലോ. നമ്മൾ പ്രയോണിയ കൊണ്ടോ ആർസിംഗ് കാൽബോ കൊണ്ടോ സെൽഡോണിയ കൊണ്ടോ മാറുന്ന രോഗമാണ്. ഫ്യൂ ഡോസസ്, വളരെ കൂടുതൽ ഡോസും വേണ്ട, കുറഞ്ഞ കഴിച്ച രോഗങ്ങൾ മാറുന്ന രോഗമാണത്. അതിനകത്ത് അത് അത്യുമായിട്ട് ബാധിച്ചു കഴിഞ്ഞാലോ മാറാൻ വലിയ പ്രയാസമാണ്. ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. അത് പഠിച്ചു വെച്ചാൽ മാത്രമേ അത് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഓരോ ലക്ഷണങ്ങൾക്കും ഓരോ മരുന്നുകളുണ്ട് നമുക്ക്. ജോണ്ടീസ് മഞ്ഞപ്പിത്തം ഒന്നും മാത്രമല്ല, മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ പല രോഗങ്ങൾ, പല പാർശ്വ ലക്ഷണങ്ങൾ കാണും. ആ ലക്ഷണ സമൂഹത്തിന്റെ പേരിലാണ് പ്രിസ്ക്രിപ്ഷൻ വരിക. അല്ല മഞ്ഞപ്പിത്തം കൊണ്ട് മാത്രമല്ല വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ടേയിരിക്കും, എല്ലാം അറിയാൻ പാടില്ല. ആരും ഒരു അത്യാവശ്യ നിലയിൽ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ കയറി ചോദിച്ചോട്ടെ? ഓക്കെ സാറേ, ഇപ്പൊ കേൾക്കാം. കാരണം ഇതിനകത്തുള്ള കുഴപ്പം വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയർഫോണിന്റെ ടൈം വരും. അത് വന്നാൽ പിന്നെ കേൾക്കാൻ പറ്റൂല. ഇയർഫോൺ വെച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ആ ലക്ഷണ സമൂഹത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷണത്തെ ചികിത്സിക്കണം. ഇപ്പോഴും മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പല രോഗങ്ങളും പല അഡ്വാൻസ് ഉള്ള കണ്ടീഷൻ വല്ലതും ഉണ്ടാകും. അഡ്വാൻസ് ആണെങ്കിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് ബ്രയോണിയ കൊണ്ടോ ബൾസാറില കൊണ്ടോ സെലോണിയ കൊണ്ടോ ഒക്കെ മാറ്റാൻ പറ്റുന്ന രോഗമായിരിക്കും. അപ്പം നമ്മളതിനെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ജോണ്ടീസ് വന്ന് പറഞ്ഞിട്ട് ഭയപ്പെടും. ഇപ്പം പലപ്പോഴും ആരോഗ്യക്കാർ പറഞ്ഞു മഞ്ഞപ്പിത്തം വന്ന് കുഴപ്പമായി പോയെന്ന് പറയും. മഞ്ഞപ്പിത്തം വന്ന് കുഴപ്പമാവില്ല, മഞ്ഞപ്പിത്തം വന്നാൽ സുഖമാകും. അതിന്റെ ലക്ഷണം ശരിക്കും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ രോഗി രക്ഷപ്പെടും. രോഗ തർക്കവും വേണ്ട. അത് ഹോമിയോപ്പതി വളരെ വെച്ചത് വ്യത്യസ്തമായ മരുന്നുകളുണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി. ഒരു ലിവറിലെ സ്റ്റോൺ ഉണ്ടാകുന്നു, ബ്ലോക്ക് ഉണ്ടാകുമ്പോഴേക്കും ജോണ്ടീസ് വരും. ജോണ്ടീസ് വളരെ അധികമായിട്ട് വരും. 14 വന്ന കേസ് ഞാൻ കണ്ടു. 27 വന്ന കേസ് എനിക്കറിയാം. 27 ഗ്രാം ജോണ്ടീസ്. 27 നമ്മൾ വന്നിട്ടുണ്ട്. അത് മരിച്ചുപോയി. കുറച്ചുനാൾ ജീവിച്ചു, ബുദ്ധിമുട്ടായി കുറഞ്ഞു വന്നു. 6-7 ഒക്കെ താഴോട്ട് വന്നു, പിന്നെ പെട്ടെന്ന് മരിച്ചുപോയത്. ഏറ്റവും കൂടുതൽ വന്ന ശേഷമാണ് മരിച്ചത്. പിന്നെ 14 നമ്മൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. 14 ഗ്രാമെല്ലാം വന്നത് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഒരുപാട് കേസുകൾ. 5-6 വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. അത് 5 പ്രധാനപ്പെട്ട എപ്പോഴെന്ന് വെച്ചാൽ ചിലപ്പോഴും മറ്റുള്ള രോഗമായിട്ട് ലിങ്ക് ചെയ്ത് വരും. ലിങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ മുസലിനെ വെച്ചിട്ട് അപകടം ഉണ്ടാവാം. അല്ല ജോണ്ടീസ് വെച്ചിട്ട് ഉണ്ടാവുന്നതല്ലാതെ. അത് സിറോസിസ് ലിവർ വന്നാൽ ലിവറിന്റെ ഡാമേജ് കംപ്ലീറ്റ് ഉണ്ടാവും. ആ ഡാമേജ് കംപ്ലീറ്റ് ഉണ്ടാകും. അത് റിക്കവറി ആയി കിട്ടാനും പറ്റില്ല. റിക്കവറി ആയി കിട്ടാൻ താമസിച്ച് വന്നാൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മരണം ഉണ്ടാവും. അത് പരാജയപ്പെടുക കേസ്. എന്നാൽ അത് റിക്കവറി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിലോ എത്ര വലിയ രോഗമാണെങ്കിലും പെട്ടെന്ന് മാറുകയും ചെയ്യും.
അത് നമുക്ക് അതിനുള്ള മരുന്നുള്ളൂ. അത് ആ രീതിയിൽ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയാനുള്ള കാര്യത്തിൽ ജോണ്ടീസ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രോഗത്തിന്റെ പൂർണ്ണ രൂപം കിട്ടില്ല. എങ്ങനെ ജോണ്ടീസ് ഉണ്ടായി, ഏതാണ് കാരണം, ആ കാരണബോധം മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ഹനിച്ചാൽ മാത്രമേ അതിനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. ജോണ്ടീസ് വരാനുള്ള കാരണം കല്ലാണെങ്കിൽ കല്ലിന് ഒന്നുകിൽ സർജറി ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് മാറ്റണം. അത് വലിയ കല്ലൊക്കെ ആണെങ്കിൽ ബ്ലോക്കായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആളുകൾ വോണ്ട് ചെയ്യാണ്ടിരിക്കാൻ വലിയ പാടാണ്. പക്ഷേ കേൾക്കാമോ? കേൾക്കാം. ആ സാറ് ഗാൾ സ്റ്റോണിന്റെ കാര്യമാണോ പറയുന്നത്? കോൺസുണ്ട് മനസ്സിലായില്ലേ? അത് പറയാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഉണ്ടായിരുന്നു അപ്പോഴേ. എന്നത് യഥാക്കല്ല മാർഗം. പോരെ, ഞാൻ ചെറുതായിട്ട് വലുതായി, കുഴപ്പമില്ല. ഗാൾ സ്റ്റോണിന്റെ കാര്യം സാറ് വിശദമായിട്ട് പറയാം. കോൺസ്റ്റോണിന്റെ കാര്യം വെച്ചാൽ നമുക്കത് വളരെ നിസ്സാരമായിട്ട് മാറ്റാനും പറ്റും. എന്നാൽ അത് മാറ്റാൻ പറ്റാത്തതിന്റെ കണ്ടീഷൻ എത്തുകയും ചെയ്യും. കംപ്ലീറ്റ് ബ്ലോക്ക് വന്ന് ഗോൾ ബ്ലാഡർ ബ്ലോക്കായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർജറി നീക്കാൻ മാത്രമേ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ തന്നെ സർജറിക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ട കേസുകളുണ്ട്. ഞാൻ കൂടുതൽ റെഫർ ചെയ്യുന്ന ഇവിടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എങ്ങനെ വരെയുള്ള അവസ്ഥകൾ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ബ്ലോക്കായാൽ മാത്രമാണ് ബുദ്ധിമുട്ട്. കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് നിയന്ത്രിതമായിട്ട് ജോണ്ടീസ് കൂടും, ഇത് ബെയിൽ കൂടും. ബെയിൽ കൂടിപ്പോയാൽ രക്തത്തിലും ബുദ്ധിമുട്ടുണ്ടാവും. രക്തം അത് കൂടുതൽ ദുഷിച്ചു പോകും. അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റോണിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണെങ്കിലോ? മൾട്ടിപ്പിൾ സ്റ്റോൺ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സിംഗിൾ സ്റ്റോൺ വലുതാണ് ബുദ്ധിമുട്ട്. സിംഗിൾ സ്റ്റോൺ വലുതായിട്ട് വന്നതാണെങ്കിൽ ബുദ്ധിമുട്ട്. കാരണം അത് സമയത്തിനുള്ളിൽ ഡിസോൾവ് ആയി പോവില്ല. അത് ബ്ലോക്ക് ആകുമ്പോൾ, കാരണം കാൽസിഫിക്കേഷൻ ചുറ്റും ഉണ്ടാകുമ്പോഴേക്ക് അത് ഒരു വിധത്തിലും ഡിസോൾവ് ആവില്ല. മൾട്ടിപ്പിൾ സ്റ്റോൺ അതല്ല. മൾട്ടിപ്പിൾ സ്റ്റോൺ ആണെങ്കിലും ആണെന്ന് പറയാനും അതിനകത്ത് കാൽസിഫിക്കേഷൻ കുറവായിരിക്കും. കാൽസിഫിക്കേഷൻ കുറവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. കൊളസ്ട്രിനം 3x, പൾസാല 30. പൾസാല 30 ഭയങ്കര ആക്ഷൻ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഒരുപാട് ആക്ഷൻ ഉള്ള വന്നാണ് പൾസാല 30. പിന്നെ കൊളസ്ട്രിനം 3x, ഫെൽറ്റൗറി എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അറിയോ? ഫെൽറ്റൗറി അതും നല്ല മരുന്നാണ്. പിന്നീട് ഇത് മൂന്നും ശരിയായി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും മാറ്റം ഉണ്ടാകും, കല്ലിൻ്റെ മാറ്റം പറ്റും. പക്ഷെ സിംഗിൾ കല്ലാണ്, അത് ഗോൾ ബ്ലാഡർ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത സർജൻ റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്താൽ ആ രോഗിയെ രക്ഷപ്പെടുകയും ചെയ്യും. അത് നമ്മൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഡോക്ടർമാർ പലപ്പോഴും മരുന്ന് കൊടുത്ത് മാറ്റാം, എല്ലാം മാറ്റാമെന്നുള്ള ധാരണയിൽ ഒരു ഡോക്ടർമാരുണ്ട്. അത് പാടില്ല. പത്തോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാവൂ. പത്തോളജി നോക്കണം, അതിന്റെ സൈസ് നോക്കണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതാവും. ലിഥിയം കാർബ് നല്ലതാണോ? ലിഥിയം കാർബ് നല്ലതല്ല. ലിഥിയം കാർബ് 30 പൊട്ടൻസിയാണ് കേട്ടോ. ലിഥിയം കാർബ് എല്ലാം 30 ആണ്. അത് 30 ആണ്. അത് കുറച്ചിന് മാത്രമാണ് 3x വരുന്നത്. 3x വരുന്നത്. ഫെൽറ്റോറി ആണെങ്കിൽ ടിഞ്ചറാണ്. ഗാലിയം അപ്പാരിൻ വരുന്നുണ്ട്, അതും ടിഞ്ചറാണ്. ഗാലിയം അപ്പാരിൻ കേട്ടില്ല. ഗാലിയം അപ്പാരിൻ അതും മാറ്റിഞ്ച വരുന്നത്. അത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ നീങ്ങുകയാണെങ്കിൽ അത് മാറ്റാൻ പറ്റിയാൽ രോഗി രക്ഷപ്പെടുകയും ചെയ്യും. സിംഗിൾ സ്റ്റോൺ വന്നാൽ ഒരു കാരണവശാലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കരുത്. അത് റെഫർ ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കണം. റിമൂവ് ചെയ്താലേ രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് പലപ്പോഴും ഉള്ള എന്തുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും രീതിയിൽ പറയുന്നത് അത് തെറ്റാണ്. ലോകത്തിൻ്റെ പത്തോളജിയും ഫിസിയോളജിയും മനസ്സിലാക്കിയിട്ടേ കാര്യങ്ങൾ പറയാവൂ, നിർണ്ണയിക്കാവൂ. അതുകൊണ്ട് അതിനോട് ഞാൻ യോജിപ്പാണ്. ഞാൻ പറയാറുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരും, സാറേ ഇത് നമുക്ക് മാറ്റിക്കൂടെ ഉണ്ട്, നോക്കുമ്പോഴേക്കും മാറ്റാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് സർജറി ശരിയാക്ക്, അതേ ശരിയാവില്ല. അത് നമുക്ക് കൊടുത്തു നോക്കിയാൽ വഷളാവും. വെറുതെ കൊടുത്തു നോക്കിയിട്ട് നമ്മൾ പേര് ദോഷം ഉണ്ടാക്കണ്ട. ഹോമിയോപ്പതിക്കാരത് കരുവാഴ്ച കൂട്ടുണ്ടാകും.
ഇത് പിന്നീട് സർജറി ചെയ്യാൻ പോയപ്പോൾ മറ്റൊരു നമ്മളെയും കറി പറയും ആര് അലോപ്പതി ഡോക്ടർമാർ ആ അവിടെ കൊണ്ട് കളിച്ചിട്ടാണെന്ന് പറയാം. അതായത് നമ്മൾ ഇത് കണ്ട ഉടനെ വലിപ്പം ഉണ്ടെന്ന് ഉടനെ റെഫർ ചെയ്ത് നോക്കിയാൽ നല്ല വിലയായിരിക്കും. അവർക്ക് നമ്മളോട് കുറച്ച് റെസ്പെക്ട് വരും. ബഹുമാനം ഉണ്ടാകുമെങ്കിൽ നമ്മൾ മതിപ്പുണ്ടാകും. അതേപോലെ നമ്മൾ വെച്ച് കളിച്ചോണ്ടിരുന്നാലോ നമ്മൾ വെറുപ്പം ഉണ്ടാകും. ആ വെറുപ്പ് അവർ രോഗികളെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ പബ്ലിക്കിനിടയിൽ നമ്മൾ മോശക്കാരാകും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവോ, മറ്റുള്ള കാര്യങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കണം. കാരണം മറ്റുള്ള അധികം സർജിക്കൽ മെത്തേഡ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന രോഗമാണ് അല്ലേ. പിന്നെ പണ്ട് ഞാൻ ഒന്ന് ചെയ്യുമായിരുന്നു ഇങ്ങനെ, അതേപോലെ മറന്നുപോയി സംഗതി എന്താണെന്ന്. പണ്ട് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് പരാജയം വന്നപ്പോൾ ഞാൻ പിന്നെ നിർത്തിയതാണ്. എവിടെ നിന്ന് ഒരു കിട്ടിയ എനിക്ക് അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് പരാജയമായിരുന്നത്. പക്ഷെ ഒരുപാട് കാര്യം റിസോൾവായി പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് റിസോൾവായിട്ടുണ്ട്. എന്നാലും പരാജയമായിരുന്നത്. അതുകൊണ്ട് അതിവിടെ ഒരുപാട് പേർക്ക് ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ട്. അത് സാർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഫാറ്റിന് വന്ന് നിസ്സാരമായിട്ട് മാറ്റി ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഫുഡിന്റെ നിയന്ത്രണം വരാൻ പറയാം. ഫാറ്റി ഫുഡ് ഒരു കാരണവശാലും കൂടുതൽ കഴിക്കരുത്. അത്യാവശ്യത്തിന് കഴിക്കാവൂ. അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ ലേക്കോപ്പോഡിയും പൾസാറ്റില കൊടുത്താൽ വളരെ മതി. ലേക്കോപ്പോഡിയം 0.3 അടുപ്പിച്ച് 1-2 മാസം കൊടുക്കുക. അതിൻ്റെ കൂടെ ഹൈപ്പോട്ടൻസി പൾസാറ്റില കൊടുക്കുക. അതിനും കൊള്ളാം. ഭയങ്കര പൾസാറ്റിൽ ഏത് പൊട്ടൻസിയാണ് സാർ? 30 ഒരേപോലെ ആക്ഷനാണ് വണ്ണം പോലെ. ഇപ്പം മറ്റു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പൾസാറ്റില വണ്ണം കൊടുക്കുന്നതല്ല. അതല്ല വണ്ണം പൾസാറ്റില സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 30 കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്യാൻ പൾസാറ്റിലയുടെ സിംറ്റം വളരെ കൃത്യമായിട്ട് കിട്ടും. എന്തെങ്കിലും ഫാറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് അതിന് വയറ്റിന് വിമിഷ്ടം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, ചതുരുണ്ടാവും, വേനുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് വളരെ ടിപ്പിക്കലാണ് അതിൻ്റെ സിംറ്റം. ആ ടിപ്പിക്കൽ വെച്ചിട്ട് പൾസാറ്റില 30 കൊടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് ആ സിംറ്റങ്ങൾ മാറി. ലേക്കോപ്പൊടി അതെ 0.3 ആണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ 30, മാക്സിമം 30. ഹൈപ്പോട്ടൻസിയോട് പോരുത്. ഹൈപ്പോട്ടൻസി പോകണം എപ്പോഴെന്ന് വെച്ചാൽ ലിവറെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു 1 എമ്മോ 10 എമ്മോ ഡോസ് ഒറ്റ ഡോസ് കൊടുക്കുക. അതുകൊണ്ട് ക്ലിയർ ആയി പോകും. ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ടിഞ്ചറോ അങ്ങനെ എന്തെങ്കിലും? ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞു ഗാലിയം അപ്പാനുണ്ട്, ചെല്ലോണിയം പറയുന്നുണ്ട്, കൊളസ്റ്റിനം 3x പറയുന്നുണ്ട്, പിന്നീട് കാർഡസ് പറയുന്നുണ്ട്. കാർഡസ് നല്ലതുമല്ല, കാർഡസ് മറിയാനസ് ഫാറ്റി ലിവറിന്. ഫാറ്റി ലിവറിന് ഇത് ടിഞ്ചറിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് ലേക്കോ 0.3 ആണ്. ലേക്കോ 0.3 അതിൻ്റെ പൾസാറ്റിലയും ഭയങ്കര സ്പീഡായിട്ട് വർക്ക് ചെയ്യും. ടിഞ്ചർ കൊടുത്ത് പഠിച്ചു പോയാൽ നമ്മൾ അതേ കൊടുക്കണം കേട്ടോ. അതായത് നമുക്ക് കണ്ണുടച്ച് കൊടുക്കാമല്ലോ. ആരൊന്നും പറയാനും വേണ്ട. കഴിച്ചോളാൻ പറഞ്ഞു പോയ നിറച്ച് കൊടുത്താകുമ്പോൾ 8 തുള്ളി വരെ 4 നേരം കഴിച്ചോളൂ, കുഴപ്പമില്ല. ഇത്തിരി കളറുള്ള മരുന്നൊക്കെ ആകുമ്പോ ആളുകൾക്ക് ഒരു ആളുകൾക്ക് സമാനമുണ്ട്. ഇപ്പം മാറി കേട്ടോ. ധാരണയൊക്കെ ഇപ്പം മാറിപ്പോയി. പണ്ട് ഞാൻ ആലപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞു, സാറേ ഇത് വെള്ളം പോലെയുള്ള മരുന്ന് കൊടുത്ത ആർക്കും സാറ് കുറച്ച് പെയിൻ കളർ മാറ്റിയിട്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ചെയ്യേണ്ടി വന്നു എനിക്കത്. കുറച്ച് ആളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ശരിയാവുള്ളൂ. പിന്നെ മാറിയത് തുടക്കത്തിൽ. ഞാൻ പ്രാക്ടീസ് പഠിച്ചത് ആലപ്പുഴയാണ്. മണ്ണം ചെയ്യുന്ന എനിക്ക് ആദ്യം കിട്ടിയതെന്ന് ലിവർ ക്യാൻസറാണ്. ലങ് ക്യാൻസറും ലിവർ ക്യാൻസറും 2 കേസ് കിട്ടി. ലങ് ക്യാൻസറായിട്ട് വളരെ മാരകമായ ലങ് ക്യാൻസറാണ്. അത് വളരെ മാറ്റം ഉണ്ടായി. ആ സ്ത്രീ പിന്നെ ജീവിച്ചു, ഒരുപാട് നാളെ ജീവിച്ചു. ലിവർ ക്യാൻസറായിട്ട് വലിയ കുഴപ്പമായ സ്ത്രീ, അതും ലേഡിയായിരുന്നു. അതും മരുന്ന് കൊടുത്ത് മാറ്റം ഉണ്ടായി. അങ്ങനെ 2 പേരെയാണ് എനിക്ക് അവിടെ പേരുണ്ടാക്കി തന്നത്, ഈ 2 മാരകമായ രോഗങ്ങൾ തുടക്കത്തിൽ. പിന്നെ ഇപ്പോഴും ഞാൻ കോഴിക്കോടാണെങ്കിലും ആലപ്പം മണ്ണം ചെയ്യുന്ന ആൾ വരുന്നുണ്ട്, അയച്ചു 1-2 പ്രാവശ്യം. അവിടെ നിന്ന് ആളെ അന്വേഷിച്ച് വിളിച്ചൂടെ വരും. എന്തെങ്കിലും കയറാൻ പറ്റി വന്നാൽ ആ സെറ്റ് സാറിൻ്റെ അടുത്ത് പോയാൽ മതി, സെറ്റ് ഡോക്ടറെ അടുത്ത് പോയാൽ ശരിയാവുന്നുള്ള ധാരണ അവർക്ക്. നേരെ പോരും. ലിവറിന് പിന്നെ കൂടുതലായിട്ട് കാണുന്നത് ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കാണുന്നു. പിന്നെ ഗാൾ സ്റ്റോൺ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് കാണുന്നത് ലിവർ ക്യാൻസർ ആണോ അതേ ലിവർ ലിവർ ക്യാൻസറാണ്. ലിവർ ക്യാൻസർ ഒരുപാടുണ്ട്.
ആ ആ ഒരു ക്യാൻസറും നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാനൊന്നുമില്ല. ഈ ലേക്കോയും പട്ടാലൊക്കെ തന്നെ ഉള്ളൂ, മരുന്ന് കൊളസ്ട്രോളും മാത്രമേ ഉള്ളൂ. അത് ഉം. കൊടുത്ത് കൺട്രോളായതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷനിൽ പോകാൻ പറ്റും. പെട്ടെന്ന് എന്തൊക്കെയായിരിക്കും ഒരു സിംറ്റംസ് ആയിട്ട് വരുന്നത്? സഡനായിട്ട് ജോണ്ടീസ് കൂടും. ഉം. ജോണ്ടീസ് പെട്ടെന്ന് കൂടും. അത് ചിലപ്പോൾ കൺട്രോൾ ആവില്ല. കൺട്രോൾ ആവുന്ന ഡെത്താവും. കൺട്രോൾ ആയാലും മുന്നോട്ട് പോകാൻ പറ്റും. ഉം. മരുന്ന് ഏക്കുന്നുണ്ടോന്ന് ജോണ്ടിസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അറിയാം. അതെ അറിയാൻ പറ്റും. ജോണ്ടീസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അത് എപ്പോഴും LFT എടുക്കുകയും വേണം. ആ LFT എടുത്തിട്ട് അതിന്റെ തോത് മനസ്സിലാക്കണം. എത്ര ഗ്രാം എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഓരോ പ്രാവശ്യം അത് കുറയുന്നതനുസരിച്ച് പേഷ്യന്റ് കാണിച്ചു കൊടുക്കണം. ഇപ്പം നേരത്തെ 4 ഉണ്ടായിരുന്നു, ഇപ്പം 3 ഉള്ളൂ, ഇപ്പം 3 ഉള്ളൂ, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ പേഷ്യന്റിനും പൈസാനും നമ്മളടുത്തുള്ള വിശ്വാസം കൂടും. അപ്പൊ അവരെയും കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും കൂടിയാണ് LFT നമ്മൾ ചെയ്യുന്നത്. ഉം. അത് അത് ക്യാൻസർ മാത്രമല്ല, ശാസ്ത്രീയമായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചികിത്സിക്കുന്നുണ്ടെന്ന് തെളിവ് കൂടിയാണ് അവർക്ക് കിട്ടുന്നത്. വെറുതെ ഒരു സാധാരണ പോലെയുള്ള മഞ്ഞപ്പിത്തം വന്ന് മരുന്ന് വെളിക്ക് കൊടുക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം രോഗികൾക്ക്. ഇപ്പൊ പഴയ പോലെ അല്ല, ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഹോമിയോയിൽ ഒരുപാട് നല്ല മരുന്നുണ്ടെന്നും അത് ചികിത്സിക്കാൻ അവർക്ക് അറിയാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഇപ്പം. അപ്പൊ ലിവറിൽ ആക്ഷൻ ഉള്ള മെഡിസിൻ ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ, അല്ലേ? അതെ അല്ലാതെ മരുന്നില്ല. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും മരുന്നില്ല. പിന്നീട് പ്രത്യേകിച്ച് മരുന്നുകൊണ്ട് പറയാൻ ഞാൻ പറഞ്ഞ നമ്മൾ സാധാരണ കൊടുക്കാത്ത മരുന്ന് പെൽറ്റൗളി എന്ന് പറഞ്ഞ മരുന്നുണ്ട്. ആ ഗോൾഡ് സ്റ്റോണിനുണ്ട്. പശുവിന്റെ ഗോൾഡ് സ്റ്റോണിന് ഉണ്ടാക്കുന്നതാണ് പെൽറ്റൗളി. പശുവിന്റെ ഗോൾഡ് സ്റ്റോണിൽ നിന്ന് ഉണ്ടാകുന്ന അവരെ പശുക്കൾക്ക് ഗോൾഡ് സ്റ്റോൺ ഉണ്ടാവുമല്ലോ, ആ ഗോൾഡ് സ്റ്റോണിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നാണ് പെൽറ്റൗളി. വളരെ എഫക്റ്റ് ആണ്. പെയിനൊക്കെ പെട്ടെന്ന് പറയും പെൽറ്റൗളി കൊടുത്താൽ. ഇത് സ്റ്റോണിന് ഡിസോൾവായി വരും. പക്ഷെ നമ്മൾ പൾസാറിനെ ജയിക്കാൻ വേറെ ഒരു മരുന്നും ഇല്ല കേട്ടോ. പൾസാറിനെ ജയിക്കാൻ വേണ്ടി ഒറ്റ മരുന്ന് വേറെ ഇല്ല. അത് അഗ്രവേഷൻ പറയുന്ന അതേ സിംറ്റമാണ് വരുന്നത്. പൾസാറിന്റെ സിംറ്റം എന്താണ്? എനി കൈൻഡ് ഓഫ് ഫാറ്റ് അഗ്രവേറ്റ്സ്. അതാണ് മെയിൻ സിംറ്റം, അല്ലേ? ആ സിംറ്റം ഈ മഞ്ഞപ്പത്തൽക്കാർക്ക് ഉണ്ടാവും, കോളസ്ട്രോളുകാർക്ക് ഉണ്ടാവും. അതെ, അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുണ്ടാവും. ചോദ്യങ്ങൾ പോരട്ടെ, ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതല്ല സാറേ. ഇനി അടുത്തതേ, അപ്പൊ നമ്മള് ഏകദേശം ലിവർ ക്യാൻസർ പറഞ്ഞു, ഗാൾ സ്റ്റോൺ പറഞ്ഞു, മഞ്ഞപ്പിത്തത്തിന്റെ കഥയൊക്കെ പറഞ്ഞു. ഇനി സാറ് ലിവർ സിറോസിസ് ആണെങ്കിൽ പെട്ടെന്ന് അതും ഈ ജോണ്ടിസ് ആയിരിക്കും. എന്തൊക്കെയാണ് സാധാരണ വേറെ സിംറ്റംസ്? പെയിൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. സൈസ് ഓഫ് നമ്മൾ അൾട്രാസൗണ്ട് എടുത്തതിന് ലിവറിന്റെ സൈസ് വളരെ വല്ലാതെ കൂടി നിൽക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യിക്കും. ഇന്നൊരു കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, 4 ഫിംഗർ താവോട്ടാണ് നിൽക്കുന്നത്. സിറോസിസ് ആണല്ലേ? 4 ഫിംഗർ താവോട്ടാണ്. വന്നപ്പോ 5 ഉണ്ടായിരുന്നു, ഇപ്പം 1.5 കുറഞ്ഞു. നാളെ 2 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറയും. അതിന് ബോധ്യപ്പെടുത്തി അവിടുത്തെ ട്രെയിനീസിനും ഡോക്ടർമാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് കൈവച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും അതിശയം കൊണ്ട് 1.5 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ കുറഞ്ഞിരിക്കുന്നു ഇന്ന് നോക്കുമ്പോഴേ. ആദ്യം ലിവർ ലോവർ അബ്ഡോമൻ കംപ്ലീറ്റ് അങ്ങനെ കട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു, ലിവറായിരുന്നു അത്. ആദ്യം നമ്മൾ വെച്ചാൽ ലിവർ എല്ലാം വെച്ചാൽ, പിന്നീട് മർഫിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ലിവർ തന്നെയാണെന്നുള്ളത്. അങ്ങനെ ബോധ്യപ്പെട്ടു. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇനിയും കുറയും, അത് ഇനിയും കുറയും. എന്തൊക്കെയാണ് സാറ് മരുന്ന് ഉപയോഗിച്ചത്? കൊളസ്ട്രോളും പൾസാറിനെ കൊടുക്കുന്നത്. കൊളസ്ട്രോളിന് 3X-ഉം അത് 2-3 നേരം വെച്ച് കൊടുക്കാറുണ്ട്. ഒന്ന് കൊടുത്ത് 1 മണിക്കൂറിന് അടുത്ത് കൊടുക്കും, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക്. വല്ലാണ്ട് ഗ്യാസൊക്കെ വരികയാണെങ്കിൽ എക്കോപോഡിയം അത് 30 കൊടുത്താൽ മതി, 200 കൊടുക്കരുത്. 30 കൊടുക്കാവും. ലിവർ സിംറ്റംസ് ഡയറക്റ്റായിട്ട് വരികയാണെങ്കിൽ 0% കൊടുക്കാവും. വയറിന് പെരുക്കമൊക്കെ ഉണ്ടെങ്കിലോ?
വലിപ്പമുണ്ടെങ്കിൽ 30 മതി. ലേക്കോപ്പടിയും ഇതുകൊണ്ട് തരണം. കൊടുത്താണ് കുഴപ്പം വെച്ചാലേ ഇതുകൊണ്ട് ആ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിലും പത്തോളജി ഉള്ള കേസുകളിലെല്ലാം നമ്മൾ ലോ പൊട്ടൻസി അല്ലേ നല്ലത്. അതുപോലെ കൊടുക്കാവൂ. ഓക്കെ, നമ്മുടെ മഷൂദ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനായിരിക്കും. നമുക്ക് മഷൂദ് ഡോക്ടറിലേക്ക് പോവാം. ഇനി എന്തെങ്കിലും മറ്റു ഡോക്ടേഴ്സിന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കണേ. സാറേ ഞാനൊരു ഷെയറിങ് ചെയ്യാം. സാറേ ഞാൻ കുറെ നാളുകളുടെ നമ്മുടെ IFPH വന്ന കാലം മുതലേ ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ മാറ്റിവെച്ച ഒരു ചോദ്യമാണ്, 2 ചോദ്യങ്ങൾ. ഒന്ന്, ഞാൻ ഇടുക്കിയിലായിരുന്നപ്പോ 2018 അവിടെ ഒരു ലേഡിയെ എന്നെ വീട്ടിലേക്ക് വിളിച്ച് കാണിച്ചു. അവര് കോട്ടയത്ത് നിന്നങ്ങാണ്ട് ഇടുക്കിയിൽ നിന്ന് ഹോമിയോ കഴിച്ചുകൊണ്ടിരുന്നു. ലിവർ ക്യാൻസർ ആയിരുന്നു അവർക്ക്. 2004 ഇൻഡസ്റ്റൈനൽ ക്യാൻസർ വന്നിട്ട് അത് അലോപ്പതി വഴി ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും ലിവറിൽ ഇങ്ങനെ വലിയ ഇത് വന്നു. അപ്പൊ എന്നെ വിളിച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് യാത്ര ചെയ്യാനൊന്നും വയ്യാതെ വീട്ടിൽ കിടപ്പാണ്. ഇനി ആഴ്ചകൾ ആണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കി, അവിടെ ഗൂഡാറുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇടുക്കിയില്, വളരെ ദൂരമാണ്. അപ്പൊ എന്നെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാനുള്ളത്, സാറേ ലിവറിന്റെ ഭാഗത്ത് ഒരു അമ്മിക്കുഴവി ഉണ്ടല്ലോ, നമ്മുടെ പണ്ട് അരയ്ക്കുന്ന അമ്മി, അതിന്റെ കുഴവി പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. അത്രയും വലിപ്പത്തിൽ ഒന്ന് പൊങ്ങിയിരിക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിയും. വളരെ ക്ഷീണിതയായിരുന്നു. അപ്പൊ അവർ കിടക്കാനേ പറ്റുള്ളൂ. ഞാൻ നാക്കൊക്കെ പിടിച്ച് നോക്കുമ്പോൾ നാക്കിൽ മുഴുവൻ വെളുത്ത ഒരുതരം പൂപ്പലായിരുന്നു. അപ്പൊ ഇത് പറയാൻ അപ്പൊ ഇങ്ങനെ അവർക്ക് ടെറാക്സാക്കം ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. ഹൈഡ്രാസ്റ്റിസ്റ്റർ അതും ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് അന്ന് അവർക്ക് ആ മരുന്നൊക്കെ ഏതാണ്ട് തീർന്നു അവർ കൊടുത്തോണ്ടിരുന്നത്. പോയി വാങ്ങാനൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവർക്ക് സെപ്പിയ കൊടുത്തു. സാർ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ ആ അമ്മിക്കുഴ വരുന്ന വലിയൊരു പോർഷൻ പെട്ടെന്ന് അങ്ങ് ഡിസപ്പിയർ ആവുകയും വളരെ ഹാപ്പി ആവുകയും അവർ എണീറ്റിരുന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഇത്ര പെട്ടെന്നൊരു റിലീഫ് വന്നു. അപ്പൊ അവരുടെ നാക്കിലെ ആ പൂപ്പല് നമുക്ക് അവിടെ ഈ കൽപ്പാശി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പാറപ്പുറത്ത് നമ്മളെ ഈ സ്പൈസസിന്റെ കവറിൽ വാങ്ങുന്ന ഒരു സാധനമാണ്. ഇടുക്കിയിലൊക്കെ തണുത്ത പ്രദേശങ്ങളിലൊക്കെ കാണും, വയനാട്ടിലൊക്കെ ഉണ്ട്. ഈ പാറപ്പുറത്ത് ഇങ്ങനെ വരുന്ന പാറപ്പൂവ് എന്നാണ് അതിന്റെ മലയാളം, കൽപ്പാശി. അത് നമ്മളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ബിരിയാണിയിലൊക്കെ ഇടുന്ന സ്പൈസ് ആണ്. അപ്പൊ അതുപോലെയാണ് ഇവരുടെ നാക്കില് കയറി പോകുന്ന ഒരു വീടിന്റെ പടിയിൽ ഇങ്ങനെ കയറി മുന്നിലേക്ക് പോകുമ്പോൾ ഈ പടി മുഴുവൻ ഇതായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹം എന്റെ അടുത്ത് ഇത് പറയാൻ ചെയ്തത്, നോക്കുമ്പോൾ നാക്കിൽ ഇതുപോലെയായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഡാൻഡ്ലിയോൺ എന്ന് പറയുന്ന ടെറാക്സാക്കമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇത് സെപ്പിയ ഇങ്ങനെ വന്നു. എന്റെ സംശയം സാർ അത് ആ ഒരു മുഴ എങ്ങനെ ആണ് ഡിസപ്പിയർ ചെയ്തത്? വയറ്റിൽ നിന്ന് പോയില്ല, യൂറിൻ പ്രൊമോഷൻ ഉണ്ടായില്ല, പിന്നെ ബ്ലഡ് ഒന്നും തന്നെ ഇന്റേണൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അവരൊന്നും എല്ലാം കട്ട് ചെയ്യും, ആകെപ്പാട് പ്രശ്നമായി പോകുമല്ലോ. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിങ്ങേ വന്നില്ല. അവർ പെട്ടെന്ന് സുഖമായി. അത് എങ്ങനെ സാധ്യമാണോ? ഒന്നത് എനിക്ക് ഒന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അവരത് കഴിച്ചിട്ട് പിന്നെ 2-3 ആഴ്ച 24 ദിവസം കൂടി ജീവിച്ചു. പക്ഷെ അവർക്ക് പിന്നെ നമുക്ക് പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഷുഗർ ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ ഒരു നേഴ്സ് വരുമായിരുന്നു, അവര് വന്നില്ല, ഡ്രിപ്പ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം ലിവർ വല്ലാണ്ട് എല്ലാവരും വേണ്ടി സെപ്പിയാവർക്ക് കുറഞ്ഞ കേസ് പിന്നെയും 5-8 വർഷം ജീവിച്ച കേസ് എനിക്കുണ്ട്. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നേ പിന്നെ 2024 ഈ കല്ലറ ഒരു ആശുപത്രി ഇരുന്നപ്പോ ഞാൻ ഒരാളിന് ഹെപ്പാർ സൾഫും ആ സിംറ്റമറ്റോളജി അനുസരിച്ച് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ അരിയം സെറ്റൈവയാണ് കൊടുക്കുന്നത്. അരിയം സെറ്റൈവ കൊടുക്കാതെ കൊളസ്ട്രോൾ വളരെ കൂടിയ ഒരാളിന് ഹെപ്പാർ സൾഫ്, വേറൊരു കംപ്ലൈന്റും കൂടെ ഉണ്ടായിരുന്നു. ഹെപ്പാർ സൾഫും വേറെ കൽക്കേറിയ സൾഫിന്റെ 6X എന്തോ കൂടെ ഹെപ്പാർ സൾഫ് 6X ഹെപ്പാർ സൾഫ് ഒണ്ണമാണ് കൊടുത്തത്. എന്നിട്ട് ഈ പേഷ്യന്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്തപ്പം മറ്റേ ഇതുണ്ടല്ലോ LDL കൊളസ്ട്രോൾ ആകെ നോർമലായി, LDL 0 എന്ന് കാണിച്ചു. അത് സാധ്യത ഉള്ളതാണോ? ഇതുവരെ ചോദിക്കാൻ ഒരുപാട് അങ്ങനെ 0 ആവൂല. LDL 0 ആയി. പക്ഷെ അടുത്തൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു. LDL വളരെ നല്ലതല്ലേ, നല്ല കൊളസ്ട്രോൾ ആണ്. LDL 0 എന്നാണ് കാണിച്ചത്. LDL നല്ല കൊളസ്ട്രോൾ അല്ല, പക്ഷെ അത് കുറച്ച് അറിയപ്പെടുന്ന ചീത്ത കൊളസ്ട്രോൾ, പക്ഷെ അത് 0 എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ ഈ ഇടുക്കിയിൽ ഒരുപാട് പേർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അരിയം സെറ്റൈവ ഒരു 20 പോയിന്റ് വെച്ച് 10 ദിവസം കൂടുമ്പോൾ 20 പോയിന്റ് വെച്ച് കുറഞ്ഞ ഒരുപാട് പേർക്ക് എനിക്ക് കണ്ടിട്ടുണ്ട് കൊളസ്ട്രോൾ. അരിയം സെറ്റൈവ മാത്രം. ടിഞ്ചർ സതീഷ് സാർ എനിക്ക് ഒരു ദിവസം പറഞ്ഞു തന്നതാണ്, നമ്മുടെ ഡോക്ടർ സതീഷ്
3 ഡ്രോപ്പേ കൊടുക്കാവുള്ളൂ, 4 ഡ്രോപ്പ് പാടില്ല. അങ്ങനെ പറഞ്ഞു. മിനിമം ആയിട്ട് ഈ അധികത്തിന്റെ ഒരു ഗുണമാണത്. 3 ഡ്രോപ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒറ്റ ഡോസ് ഒരു നേരം. അത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സാർ. ഞാൻ 20 ദിവസം കൂടുമ്പോൾ, അല്ലെ 10 ദിവസം കൂടുമ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞാൽ 20 പോയിന്റ് വെച്ച് കുറയും. അല്ലെങ്കിൽ മിനിമം 10എങ്കിലും കുറയും അലിയം സെറ്റ് ചെയ്യുക. അത്ര ഇതായിരുന്നു. പക്ഷെ ഞാൻ അത് കൊടുക്കാതെ ഇവിടെ ഇവർക്ക് ഇത്ര LDL ഒരിക്കലും ഇങ്ങനെ 0 ആയി കണ്ടിട്ടില്ല. ഇത് അപ്പൊ ലാബിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത് അതുകൊണ്ട് അതെന്തെങ്കിലും എററായിരിക്കും ഡോക്ടറെ. ഏറതാകാനാണ് സാധ്യത. ഇപ്പോഴും ചോദിക്കാൻ അതാണ്. കുറെ ചോദിച്ചാൽ മതി, രണ്ടാമത് ചെക്ക് ചെയ്യാൻ പറയണം. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഞാൻ പിന്നീട് അവിടെ നിന്ന് മാറി. അത് ഒറ്റയടിക്ക് 0 ആകാൻ പാടില്ല. പതുക്കെ ആയിട്ട് 0 ആയാലും നോമ്പലാണത്. അത് തന്നെ 3-4 ആഴ്ച 2-3 ആഴ്ച കൊണ്ട് തന്നെ അപാകത ആയിരിക്കണം. LDL 0 ആയിട്ട് കാണിച്ചു. അത് ലാബോട്ട് സംസാരിച്ചാൽ മതി. ശരി സാർ. ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും കരൾ രോഗങ്ങളിൽ ഏതെങ്കിലും പത്തോളജി ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. സാറിനോട് സംശയങ്ങൾ ചോദിക്കാൻ, കരൾ രോഗം നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും രോഗങ്ങളുണ്ടോ, അതിന് പരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ ഓരോ ഡോക്ടേഴ്സും ഒന്ന് വീഡിയോ ഓണാക്കിയില്ലെങ്കിലും വേണ്ടൂല, ഓഡിയോ ഓണാക്കി ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. പിന്നെ കരൾ രോഗങ്ങളില് വേറെ എന്താ സാറേ? വേറെ ഹെപ്പറ്റൈറ്റിസുകളാണെങ്കിലോ? നോർമലാണ്. നോർമലാണല്ലോ, അത് പെട്ടെന്ന് മാറാം. അത് പെട്ടെന്ന് സാറ് നേരത്തെ പറഞ്ഞ ചിൽഡോണിയും പെട്ടെന്ന് ഹെപ്പറ്റൈറ്റിസ് മാറ്റം ഉണ്ടാവും. ബ്രയോണിയാന്ന് പറഞ്ഞ മരുന്ന് നമ്മള് ഉദ്ദേശിച്ച പോലെയല്ല. ഡബിൾ ന്യൂമോണിയ വരെ കംപ്ലീറ്റ് പെട്ടെന്ന് മാറിയിട്ടുണ്ട്. ഡബിൾ ന്യൂമോണിയ, പ്ലൂറസി, അതിന് ലിവറിനകത്തുള്ള ഇംപ്ലമെന്റി കൺസേൺസ് എല്ലാം ബ്രയോണിയയുടെ മാറ്റുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. വീണ്ടും അതങ്ങ് വിട്ടുപോയി. ഹെപ്പറ്റൈറ്റിസ് ബി ചിലപ്പോ ഒന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ട് കാണുന്നുണ്ടല്ലോ സാറേ. ഹെപ്പറ്റൈറ്റിസ് ബി മാറുന്ന കേസാണ്, പ്രയാസമാണ്. കാരണം അത് പത്തോളജിയെ കുറച്ച് കൂടുതലാണ്. അതെ, ചില പട്ടാളക്കാർക്കൊക്കെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വരും. നോക്കുമ്പോ ഇത് കാണും, അവർക്ക് അടുത്ത മെഡിക്കലിന് മുമ്പ് അത് മാറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കേസ് ഞാൻ മാറ്റിട്ടുണ്ട്. ഒരുപാട് കേസ്. അത് വേറെ ഒന്നുമല്ല, സൾഫർ വണ്ണം പൊട്ടൻസി. ശരി, സൾഫർ വണ്ണം ഒരു ഡോസ് രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക. 15 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ 6 ദിവസം 6 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ നെഗറ്റീവ് ആവും. സൾഫർ വണ്ണം 6 ഡോസോ? 6 ദിവസം 15 ദിവസം തൊട്ട് 15 ദിവസം രാവിലെ വെറും വയറ്റില്. ഒരുപാട് കേസ് മാറിയിട്ടുണ്ട്. ജോലി കിട്ടാൻ വേണ്ടി താമസമായിട്ട് അതുകൊണ്ട് വരും. വിസ പുതുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കുമ്പോ ഒത്തിരി എന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ പരസ്യം കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പോഴും. അത് ശരി. അപ്പൊ സാറ് സൾഫർ വണ്ണം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? വേറൊന്നും ചെയ്യാറില്ല. അത് ശരി. അതും ഒരു വിലപ്പെട്ട അറിവാണ്. വളരെ സന്തോഷം. ഇനി വേറെ ഹെപ്പറ്റൈറ്റിസ് ബി, സി മറിയോടൊക്കെ ചോദിച്ചോളൂ. അല്ല, ഹെപ്പറ്റൈറ്റിസ് സി എങ്ങനെയാണ്? എനിക്കൊരു പേഷ്യന്റ് സി പോസിറ്റീവ് ആയിരുന്നു, പിന്നീട് നോക്കിയപ്പോ നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിലും അതങ്ങനെ മാറുന്നില്ലല്ലോ സാറേ. അത് പ്രയാസമുള്ള കേസാണല്ലോ സി. അത് ഇറതാവാൻ സാധ്യത. സി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നെഗറ്റീവ് ആവില്ല. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയാ ട്രീറ്റ്മെന്റ്? ക്യാൻസർ വരുന്നത് അതിന്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മരുന്ന് കൊടുത്താൽ മതി. ലേക്കോപ്പൊടിയും ലോ പൊട്ടൻസി കൊടുക്കുക. 0.3 കൊടുത്താൽ മാറ്റം ഉണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനോ? കൊടുക്കാം. 0.3 കൊടുക്കാം. ദിവസം ഒരു ഡോസാണ്? രാവിലെ മരുന്ന് കൊടുക്കാം. രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കും അങ്ങനെ ചെയ്യാം. എൻ്റെ രീതി അതാണ്. രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കും.
ഒരാൾ പിന്നെ പറയാം സാറിന് 9 മണി പൊടി അത് കഴിച്ചപ്പോൾ മാറിയെന്ന് പറയും. ചില ആൾ പറയും രാവിലെ 6 മണി പൊടി കഴിച്ചു, അത് സൾഫർ 6 മണി പൊടിയും എക്കോ പൊടി 9 മണി പൊടിയുമാണ്. അത് ശരി. അത് ഒരു ഗുളികയാണോ ഇടുന്നത് സാറേ? എത്ര ഗുളിക ഇടുവോ? ഒരെണ്ണാണോ ഇടുന്നത്? ചെറിയ നമ്പർ 5 5 രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ഇടാം. കാരണം ഒന്നിട്ട് കുഴപ്പമില്ല, അത് ചിലപ്പോൾ ചാടി പുറത്ത് പോയ ആക്ഷൻ കിട്ടൂല. ഒരു 3 വെള്ളയിട്ടേക്കണം, മിനിമം ഇട്ടേക്കണം. അതുകൊണ്ട് അഗ്വേഷനൊന്നും ഉണ്ടാവില്ല. അറിയാമോ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? ഒരു സംശയം കൂടെ ഉണ്ട് സാറേ. പറ. അതായത് പിന്നെ ലിവറിന്റെ ഫൈബ്രോ സ്കാനിന് ആ അതിനകത്ത് മീഡിയം സ്റ്റിഫ്നെസ് 10, കേട്ടില്ല. ആ എന്തോ? ആ പിന്നെ CAP എന്നുള്ള ഫാറ്റിന്റെ ഇത് 280. ആ അപ്പൊ ഒരു ഫൈബ്രോസിന്റെ തുടക്കം വരുന്നു. പിന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 2. ഫാറ്റി ലിവർ കയറ്റു. മറ്റേ യൂട്രസിന് ഫൈബ്രോയിഡാണ് പറയുന്നത്. അല്ല, യൂട്രസ് ലിവർ ഫൈബ്രോസിസ് എന്നല്ലേ പറയുന്നത്? ലിവർ അതായത് ഫൈബ്രോ സ്കാൻ ചെയ്തപ്പോഴ് ലിവറിന്റെ സ്കാനാണ് സാർ. അത് ആ മീഡിയം സ്റ്റിഫ്നെസ് 10 കാണിക്കുന്നത്. 2 മുതൽ 7 വരെ പറയുന്നുള്ളൂ. അപ്പൊ 10 കാണിക്കും. പിന്നെ ലിവറിൽ കാൽസിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, ലിവർ കാൽസിഫിക്കേഷൻ ഉണ്ടാവും. അല്ല, സ്കാൻ ചെയ്തപ്പോൾ ലിവറിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഗ്രേഡ് 2 ഫാറ്റി ലിവറേ ഉള്ളൂ. അത് കൊളസ്ട്രോൾ കൊടുത്താൽ മതി. 3x. കൊളസ്ട്രോൾ 3x. ഈ ഫൈബ്രോസിസ് തുടങ്ങിയതങ്ങ് മാറും അല്ലേ? കൊളസ്ട്രോൾ 3x മാത്രം മതി. തിക്കൻസ് ആണ് അർത്ഥം, വേറെ ഒന്നുമില്ല. തിക്കൻസ് വരുന്നതിനുള്ളതാണ് പറയുന്നത്. 14 ഒക്കെ ആയാലാണ് സിറോസിസ് ആണെന്നാ പറയുന്നത്. ഇപ്പൊ 10-ലാണ്. 22 ഞാൻ നോക്കിയിട്ടുണ്ട്. 22 ഞാൻ നോക്കിയിട്ടുണ്ട്. കൊളസ്ട്രോളൊക്കെ കൊടുത്താലും മാറ്റം ഉണ്ടാവും. 2-3 ആഴ്ച കൊണ്ട് 22 എന്നുള്ളത് നേരെ 12 or 10 ആയിട്ട് പറയാറുണ്ട്. അതുപോലെ ഈ ഫാറ്റും കുറയും അല്ലേ? കുറയും. ഫാറ്റ്. താങ്ക് യു സാർ. സാറേ, ഇനി ആർക്കെങ്കിലും ലിവറിനെ കുറിച്ച് എന്തെങ്കിലും ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അപ്പോഴേക്കും ലിവർ അല്ല, എനിക്ക് ഒരു സംശയമുണ്ട്. ഇന്ന് ഒരു ആൾ എന്നോട് ഒരു സംശയം ചോദിച്ചതാണ്. പ്രസവിച്ച് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ആയ ഒരു കുട്ടിക്ക് പിന്നെ വാൽവിന് ചെറിയ ചുരുക്കം. അവര് എക്കോ എടുത്ത് നോക്കിയപ്പോ വാൽവിന് ചെറിയ ചുരുക്കമുണ്ട്. പിന്നെ ഈ പേറ്റന്റ് ഹോളും ഉണ്ട് ഇങ്ങനെ പ്രസവിച്ചിട്ട്. അപ്പൊ അത് 1 മാസത്തിനകം സാധാരണ ചിലപ്പോ നാച്ചുറലായിട്ട് അടയാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അടഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അടയാൻ അതിനെ വേഗം കൂട്ടാന് സിഫിലിനെ കൊടുത്താൽ മതി. സിഫിലിന് മണ്ണം കൊടുക്കണം. മണ്ണം സിംഗിൾ ഒരു പില്ലിട്ട് കൊടുത്താൽ മതി. മറ്റേ ഈ ഇതിനോ ഈ വാൽവ് ചുരുക്കത്തിന് അതിന് സിഫിലിനാണ് വരുന്നത്. ഡിജിറ്റാലിസ് കൊടുക്കാം. ഡിജിറ്റാലിസ് 30 മതി അല്ലേ? ഡെയിലി 1 ഡോസ് കൊടുത്താൽ മതി. ഡെയിലി 1 ഡോസ്. 1 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എക്കോ ഉണ്ട്, എക്കോ ടെസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഇത് കൊടുത്തു നോക്കാം. എനിക്ക് പിന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും. സിഫിലിന മനസ്സിൽ വന്നു, ഒരു കൺജനൈറ്റൽ ഡിഫക്റ്റ് ആയോണ്ട്. പിന്നെ ഈ വാൽവ് ചുരുക്കത്തിന് പെട്ടെന്ന് എന്തോ റെസ്റ്റോക്സ് അതിനെക്കാട്ടി നല്ലത് ഡിജിറ്റൈസ് നല്ലത്. ഒരു ഓൾറൗണ്ടർ മെഡിസിൻ ആണ് ഫോർ ദ ഹാർട്ട്. ആണല്ലോ, നല്ലപോലെ ഹാർട്ടിൽ ആക്ഷൻ ഉള്ള മെഡിസിൻ. ഡിജിറ്റാലിസ് 30 ഒരു 5 ദിവസം കൊടുക്കാമെന്നാ? അതെ, ഒരാഴ്ച? അതെ, അതുവരെ കൊടുക്കണോ? ഓരോ പില്ലും ഡെയിലി കൊടുത്താൽ മതി. ഡെയിലി ഒരാഴ്ച കൊടുക്കുക, പിന്നെ ഒരാഴ്ച ബ്രേക്ക് ചെയ്യാം. അതെ, ഓക്കെ സാറേ. അപ്പൊ അതങ്ങനെയായി. ഇനി ഡോക്ടർ ജയവേണി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ.
ആ സാറേ, എനിക്കൊരു 22 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടി. ആ 22 വയസ്സ്. ആ കുട്ടിക്കാണെങ്കിൽ പിന്നെ ജന്മന കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ അങ്ങനത്തെ ബുദ്ധിക്കുറവൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. നോർമൽ ആയിട്ട് ഡിഗ്രി പാസ്സായി നിൽക്കുന്നു. പക്ഷെ അവനുള്ളത് ഓവർ വെയിറ്റ് ആണ് ഡോക്ടറെ. ആ ഒരു 150 കിലോ ഓളം വരെ ഏകദേശം ഉണ്ട് കണ്ടാല്. പിന്നെ ആ SGOT നോക്കിയിട്ട് SGOT ഒരു 52 ഉണ്ട്, SGPT 75 ഉണ്ട്. മറ്റ് അസ്വസ്ഥതകളെന്ന് പറയാൻ ഒന്നും തന്നെ ആ കൊച്ചിനില്ല, പ്രകടമായിട്ട് പറയുവാണെങ്കിൽ. പക്ഷേ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇങ്ങനെയുണ്ട്. പിന്നെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പം ലിവർ എൻലാർജ്ഡുമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ നോക്കും സാറേ? ലിവർ നല്ല എല്ലാവരും ആണ് അല്ലേ? ആ എത്ര വയസ്സാണ്? 22 വയസ്സേ ഉള്ളൂ. അതെ, 50 കിലോ. ഇയാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കൽക്കരിയേക്കാൾ കൊടുത്താൽ വണ്ണം. കൽക്കരിയേക്കാളും വണ്ണം പൊട്ടൻസി 2 ഡോസ് കൊടുക്കുക, നൈറ്റ് ആൻഡ് മോർണിംഗ്. മന്ത്ലി റിപ്പീറ്റ് ചെയ്യാം. ഉം. അത് റിപ്പീറ്റ് ചെയ്ത് 3-4 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ നോക്കാം. കാൽക്കറിക്കർ വണ്ണം വണ്ണം മന്ത്ലി. മന്ത്ലി രാവിലെ ആയിട്ട് കൊടുക്കുക. ആ ആ അത് രണ്ട് ഡോസ് മന്ത്ലി രാവിലെ ആയിട്ട് കൊടുക്കുക. അങ്ങനെ അടുത്ത മാസം പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ആ ആ ആ 3 മാസം അങ്ങനെ. റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കുക, ആ ഓക്കെ മാറ്റം സാർ. ഉണ്ടാവും. ഓക്കെ ഓക്കെ താങ്ക്സ്. ശരി സാർ. ഈ വിശപ്പ് ഉണ്ടാവാൻ മരുന്ന് കൊടുക്കുന്ന പോലെ ചില പിള്ളേർക്ക് ഇങ്ങനെ എപ്പോഴും കണ്ടമാനം ആഹാരം കഴിക്കണമെന്നുള്ള ഒരു തോന്നൽ കാരണം വിശപ്പ് കൂടുതലുള്ളത് കുറെ എന്തെങ്കിലും മെഡിസിൻ. അയടം പക്ഷെ അയാളത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഭയങ്കര അത് വേണ്ട, അത് കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഒരുപാട് കേസ് മാറ്റമുണ്ട്. ആണോ? ആ അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കൊടുക്കാമോ എന്നുള്ളത് കൊടുക്കാം. ഏത് ആ പൊട്ടൻസിയോ വിശപ്പ് ഉണ്ടാവണമെങ്കിൽ ലൈക്കോപ്പൊഡിൻ 200 ഒരു 1 in 3 days ഒരേ ഡോസ് കൊടുത്താൽ മതി. ഒരു മാസം കഴിഞ്ഞ് വിശപ്പുണ്ടാവും. വിശപ്പ് ഉണ്ടാകാൻ. ഉണ്ടാവാനും ഇത് വിശപ്പ് കൂടുന്നവർക്ക് ഓവർ ഈറ്റിംഗ് ആണ്, അയഡമാണ്. പൊട്ടൻസിയോ സാറേ അയഡത്തിന്റെ? വണ്ണം മിനിമം. വണ്ണം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ 10 കൂടെ ആക്കി നിർത്തിയാവും. സാറേ ഇപ്പം ഈ അലോപ്പതി മെഡിസിൻ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ലിവറിന്റെ ഇത് കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ ഇന്ന് എനിക്കൊരു പെൺകുട്ടി വന്നത് അലർജിക്ക് വേണ്ടി കഴിച്ചതാ മെഡിസിൻ. കുറെ അലർജിക്ക് വേണ്ടി തുമ്മല് അത് അലോപ്പതി വന്ന് വെച്ചാൽ ലിവറിന് കംപ്ലൈന്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 2 കേസ് എനിക്കിപ്പോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൊച്ചു അധികം പ്രായമുള്ളവരല്ല, 20-22 വയസ്സൊക്കെ ഉള്ള. ഒരാള് 17 വയസ്സാ. അപ്പം അങ്ങനെയുള്ള കേസ് നമുക്ക് ലിവർ കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യാം? അതും കൊടുക്കാൻ പറ്റും. എന്തെന്നില്ലേ, ലൈക്കോപ്പൊടിയാണെന്ന് നല്ലത്. ലൈക്കോപ്പൊടി 200 വൺസിനെ വീക്ക് ഒരു ഡോസ് കൊടുക്കുക. പൾസാരില 13 കൊടുക്കുക. പൾസാരില 30 ട്വൈസ് ഡെയിലി. വൺസിനെ വീക്ക് ലൈക്കോപ്പൊടിയും 200. അങ്ങനെ 2-3 മാസം കൊടുത്ത് നോക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു സാറേ, കേൾക്കുന്നു. നെക്സോമിക്കേ ഉള്ളൂ ഇല്ലേ? നെക്സോമിക്ക കുഴപ്പമില്ല, എന്നാലും കൂടുതൽ നല്ലതെന്ന് ഇതാണ്. ലൈക്കോപ്പൊടിയും പൾസാരിലയാണ് നല്ലത് അല്ലേ? അതെ. ഇനി സംശയം ഡോക്ടേഴ്സിന് ഏതെങ്കിലും കേസുകളോ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. സാർ പണ്ട് ഗോൾഡ് സ്റ്റോണിന് പച്ച ഗ്രീൻ ആപ്പിൾ പറഞ്ഞല്ലോ സാറേ, അത് എങ്ങനെയാ കൊടുക്കാവോ? സാർ കേട്ടില്ലെന്ന് തോന്നല്ലേ? സാറിന് എന്തോ റേഞ്ച് കുറവാണെന്നല്ലേ? സാറ് കേട്ടായിരുന്നോ സേട്ട് സാറേ?
റേഞ്ച് കുറവാണ് കാണിക്കുന്നത്. സേട്ട് സാറിന് കേൾക്കുന്നുണ്ടോ? റേഞ്ച് പോയെന്നു. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സാറേ. മറിയാമ്മ ഡോക്ടർ ഒരു സംശയം ചോദിക്കും. അല്ല സാറേ, ഗ്രീൻ ആപ്പിൾ നല്ലതാന്ന് പറഞ്ഞല്ലോ. സ്റ്റോൺ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഗ്രീൻ ആപ്പിൾ. റേഞ്ച് ഇല്ല സാറിന്, ഇടയ്ക്ക് വീണ്ടും പോയി. ആണ്ടോ? ഇപ്പൊ കേൾക്കാം സാറേ. റേഞ്ച് വന്നു. സാറ് കേട്ടില്ല കേട്ടായിരുന്നോ സാറേ? കേട്ടില്ല. അതായത് ഗോൾഡ് സ്റ്റോണിന് ഗ്രീൻ ആപ്പിളിന്റെ കാര്യം സാർ പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ടിനോടൊക്കെ കഴിക്കാൻ പറഞ്ഞു. പക്ഷെ അതില് ഗുണം എങ്ങനെയാണെന്നൊന്ന് അറിയാനാ സാറേ. റേഞ്ച് ഇല്ല സാറ്. 4 വശം ഒരു പച്ച ഇതിന് വരുമ്പോ ചോദിച്ചാ മതി ഡോക്ടറെ. ഇപ്പൊ അപ്പൊ പറയാം. അത് ഇപ്പൊ 2-3 മിനിറ്റേ കൂടെ കാണത്തുള്ളൂ എന്റെ വോളിയം സാറേ ചാർജ്. അതൊന്നും ഏകദേശം നമ്മളെ സമയം കഴിയാറായി. സാറൊന്ന് പെട്ടെന്ന് പറയുമോ? അത് എന്താ പറയണ്ടേ? ഈ ഗാൾ സ്റ്റോണിന് സാറ് ഗ്രീൻ ആപ്പിൾ കഴിക്കാൻ നേരത്തെ എപ്പോഴോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ഗ്രീൻ ആപ്പിള് കഴിച്ചിട്ട് നമ്മളെ ഇതില്ലേ സ്പിരിറ്റ്, സോറി, ആപ്പിൾ സിഡാർ വിനീഗർ കൂടെ. ആപ്പിൾ മിന്നാക്കരി അത് കഴിച്ചാൽ പെട്ടെന്ന് മാറ്റം. ഞാൻ ഒരിക്കൽ ക്ലാസ് പറഞ്ഞാണത്. അത് പറഞ്ഞു സാറേ. നമ്മളിപ്പോ അത് ഒരാഴ്ചത്തേക്കാണോ പറയണ്ടേ? ഒരാഴ്ച അപ്പൊ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ പിന്നെ വേണമെങ്കിൽ അടുത്ത ആഴ്ച വിട്ടിട്ട് അടുത്ത ആഴ്ച കൊടുക്കാവൂ. അപ്പൊ അത് എത്ര ആപ്പിൾ എടുക്കണം? 3 ആപ്പിള്, 3 ചെറിയ ആപ്പിള്. അത് എംറ്റി സ്റ്റൊമക്കിലാണോ കൊടുക്കണ്ടേ? അതെ. അതാ ഞാൻ പറഞ്ഞപ്പോ അത് 7 ദിവസം കൊടുത്ത് പിന്നെ 7 ദിവസം കൊടുക്കാതിരുന്നിട്ട് വീണ്ടും കൊടുക്കാം അല്ലേ? റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ? ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും വളരെ കൂടുതൽ വേണ്ട, 2-3 വർഷം മതിയാവും. 2-3 പ്രാവശ്യം കൊടുക്കേണ്ടി വരും അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ. ആൾട്ടർനേറ്റ് വീക്കില് 2-3 വർഷം മിക്കവാറും കൺട്രോൾ ആവും. ആപ്പിൾ സിഡാർ വിനീഗർ 1 സ്പൂൺ അല്ലേ? അതെ, ടീസ്പൂൺ. ഓക്കെ മറിയാമ്മ ഡോക്ടറെ. താങ്ങൂല കേട്ടോ. 1 സ്പൂണൊന്നും താങ്ങൂലെന്ന് പറയാ. ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ. 3 ഗ്രീൻ ആപ്പിളും. താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ ഇനി ഒരു പക്ഷേ സാറ് ഔട്ടായി പോണെങ്കിലും സാറിന്റെ ഒത്തിരി വിലപ്പെട്ട അറിവുകളാണ് സാറിന് പങ്കുവച്ചിരിക്കുന്നത്. കേട്ടോ സാറേ, വലിയ സന്തോഷം. ഒത്തിരി താമസിച്ചാണ് വന്നതെങ്കിലും വളരെ നല്ല സെഷനായിട്ട് മാറി. ഇടയ്ക്ക് വിളിച്ചാൽ മതി, വരാം. സാറ് പോകണ്ട. നമ്മളെ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തോ ചോദിക്കാനുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചോദിച്ചോളൂ. ഹലോ, ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. ചോദിച്ചോളൂ. നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഹലോ, ഈയിടെ ഒരു കേസ് വന്നു, ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിച്ചത്. ചോദിച്ചോ? പിന്നെ ഒരു പേഷ്യന്റ്, പുള്ളിക്ക് ഈ ഗാസ്ട്രൈറ്റിസ് സിംറ്റം ആയിട്ടാണ് വന്നത്. പുള്ളിക്ക് ആഹാരത്തോട് വെറുപ്പും, ആഹാരം കഴിച്ചത് വോമിറ്റിംഗ് സെൻസേഷൻ അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പൊ ഞാനത് സ്കാൻ ചെയ്യിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് ഗാൾ ബ്ലാഡർ സ്റ്റോണും കോളിസിസ്റ്റൈറ്റിസ് എന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഈ ഗാൾ ബ്ലാഡർ സ്റ്റോണിന് അൺകേറിയ സിൻഡറിയ എന്ന് പറഞ്ഞിട്ടൊരു വൈദ്യം കൂടെ കൊടുത്തായിരുന്നു. അപ്പൊ ആ സ്റ്റോണൊക്കെ അങ്ങ് പോയി. 4-5 സ്റ്റോൺ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പക്ഷെ കോളിസിസ്റ്റൈറ്റിസിന്റെ വലിയ റിലീഫായിട്ട് കണ്ടില്ല. നമുക്ക് വേറെ ഏതെങ്കിലും മരുന്ന് അതിനെ പറ്റി ചിന്തിക്കണോ? നോക്കണ്ട. ഏതാണ്? സിറോബർത്തറി കൊടുത്താൽ മതി അല്ലേ? കാർബോജനന്റെ സിംറ്റം വല്ലതും കാണുന്നുണ്ടോ? കാർബോജന ആവില്ല, എത്തൂല.
ആ ശരി. അപ്പൊ ലൈക്കോപോഡിയം സിറോബർത്തറി തന്നെ ഇനി കൊടുക്കാം. നാക്സോമിക്ക 30 നെക്സോമിക്ക പറഞ്ഞത് എന്നോട് എന്നാ നക്സോമിക് കേൾക്കുന്നത്? ജയചന്ദ്രൻ ഡോക്ടറെ നെക്സോമിക്ക നക്സോമിക്ക നേരത്തെ പറഞ്ഞത് 30 30. നക്സോമിക്ക 30 ആണ് സാർ പറഞ്ഞത് ഓ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ആ ശരി 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 ശരി. ആ ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. ബൈ. അപ്പോ ഇനി ഏകദേശം നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോ ആ. വളരെ വിലപ്പെട്ട ക്ലാസ് എടുത്തു തന്ന സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ. ആ. സാറിന്റെ ക്ലാസ് ലിവറിനെ കുറിച്ചുള്ള ക്ലാസ്സാന്ന് അറിഞ്ഞപ്പോൾ പോലെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ടും സംശയങ്ങൾ ചോദിക്കാനായിട്ടും. എന്തായാലും ഞാൻ അത്ര കൂടുതൽ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. സാർ ഇനി ഇതിന്റെ ബാക്കിയായിട്ടും കൂടെ എടുക്കണം അവരെ സാർ. വിളിച്ചാൽ മതി. ഞാൻ ഒരു സമയം നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ. ഇനി എന്തായാലും ഒരുപാട് ലിവേഴ്സിന് ഇനി ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പൊ നമുക്ക് കൂടുതൽ കേസുകൾ വരുന്നുണ്ട് ലിവറിന്റെ, ഈ അതുകൊണ്ട് ഫാറ്റി ലിവറും ഈ പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്നത് എല്ലാം വരുന്നുണ്ട്. അപ്പം അത് ഇത്രയും നമുക്ക് വലിയ വിലപ്പെട്ട അറിവുകളാണ് സാർ ഇന്ന് ഞങ്ങൾക്ക് തന്നത്. ഓക്കെ. എന്തായാലും ഇത് തിരക്കിനിടയിലും സാർ ഓടി വന്ന് ഞങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി സാറിനോടുണ്ട്. സാറിന് നല്ല IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കാം. നന്ദി. ഓക്കെ. അപ്പോ മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാറിന് എന്താണ് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. താങ്ക് യു.